എന്നെ UK-യിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് റോട്ടിൽ നിന്ന് ഡാൻസ് കളിച്ചത്, മലയാളികളെ പറയിപ്പിക്കാൻ തന്നെ ലിൻഡുവിനെ കുറിച്ച് ഒരുപാട് പേര് മോശം അഭിപ്രായം പറയുന്നു. ഇവിടെ അമ്മയുടെ കൂടെ അരി കഴിക്കുവാണ്. പള്ളിയിൽ നിന്ന് ആരും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ചാൻസ് കൊടുത്ത് പ്രസംഗിപ്പിക്കുന്നവരുണ്ട്. നാട്ടിലുള്ള വലിയൊരു യൂട്യൂബർ പറഞ്ഞു ലിൻഡു ചെയ്തത് തീരെ ശരിയായില്ല. പല ആളുകളും കളിയാക്കിയിട്ടുണ്ട് ഞാൻ പ്രഗ്നന്റ് ആവാതിരുന്നത് കൊണ്ട്. നമസ്കാരം, എല്ലാ എൻ്റെ ഡെയിലി ജേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫാമിലി സൺഡേ ആണ്. നമ്മൾ പീറ്റർ ബ്രോയിലാണ് വന്നിരിക്കുന്നത്. സാബുച്ചാൻ്റെ പ്രസന്റ് ചേച്ചിയുടെ വീട്ടിൽ. ഇന്നലെ രാത്രി ഞങ്ങൾ എത്തി. അപ്പോൾ പള്ളിയിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പേ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോയോ. അത് കൂടാതെ എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ്. എന്നെ UK-യിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ബാൻ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പലതും പറയുന്നുണ്ട്. അതിനെക്കാട്ടി നല്ലത് ഞാൻ തന്നെ ഓപ്പണായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി ചർച്ചിലെ കുർബാനയും കാര്യങ്ങളൊക്കെ കൊള്ളട്ടെ. കാരണം എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഡാഡിയും മമ്മിയും ഉണ്ട്. റിനിലിനെ മിസ് ചെയ്യുന്നുണ്ട്. റിനിലിനെ ഡ്യൂട്ടി ഉണ്ടായത് കാരണം ഇന്നലെ വലിയൊരു ഫംഗ്ഷനും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ലെസ്റ്റർ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പും ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു പോയോ. എന്തിനാണ് എന്നെ UK-യിൽ ബാൻ ചെയ്തത് എന്നുള്ളത് ഇവിടുത്തെ വിശേഷം കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ. ലെസ്റ്റർ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി തന്നെ പ്രസന്ന ചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ. അന്ന് ചെന്നപ്പോഴാണ് അറിയുന്നത് സാബുച്ചാൻ്റെ ബർത്ത്ഡേ ആണെന്ന്. സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഫാമിലി സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അവിടെ എത്തുന്ന ചേച്ചിക്ക് അറിയാം. അതുകൊണ്ട് ചേച്ചി മിണ്ടാതിരിക്കുകയായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പള്ളിയിൽ കൂടാൻ പറ്റിയല്ലോ. അതും ഒരുമിച്ച് കുർബാന എടുക്കാനും പറ്റി കേട്ടോ. ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. റിനിലിനെ ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്തു. കാരണം റിനിലിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ മിക്ക സമയത്തും സൺഡേയിലെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് എടുക്കുന്നതും ഇങ്ങനെയായിരിക്കും. ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഫേസ് ഞാൻ കാണിക്കാറുള്ളൂ. പിന്നെ ഈ ചർച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയുന്നവരാണ് മിക്ക ആളുകളും. അവർക്ക് ഇഷ്ടമാണ് എൻ്റെ വ്ളോഗിൽ വരാനും. അവരിങ്ങോട്ട് വന്ന് പറയും കേട്ടോ വീഡിയോ എടുക്കണം, ഞങ്ങളെയും കൂടെ ഒന്ന് ഫേമസ് ആക്കണമെന്ന്. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. എനിക്കിഷ്ടമാണ് എടുക്കാനും. പിന്നെ ചില ആളുകൾ വീഡിയോയുടെ ഫ്രണ്ടിൽ എല്ലാ സമയത്തും ഫുള്ളായിട്ട് നിൽക്കും, അവർക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 10 പേര് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാൻ നേരത്ത് പറയും അയ്യോ അത് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല മിക്ക ആളുകൾക്ക് നമ്മളൊരു പോസ്റ്റ് ചെയ്ത് അത്യാവശ്യം റീച്ച് കിട്ടിയൊരു വീഡിയോ അത് യൂട്യൂബിലാണെങ്കിലും റീലിലാണെങ്കിലും ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ 1-2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാബുച്ചാൻ ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തത് ജെനിച്ചേൻ്റെ വീട്ടിലാണ്. ജെനിച്ചേൻ ഇതുവരെ നമ്മുടെ ലെവിക്കുട്ടിനെ കണ്ടിട്ടില്ല കേട്ടോ. അവർ ഫാമിലി ആയിട്ട് നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 ഇയർ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജെനിച്ചേൻ്റെ വീട്ടിൽ വന്നിട്ട് ആദ്യം വരുന്നത് ബാക്ക് യാർഡിലാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ. പിന്നെ ലെവിക്കുട്ടിന് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കോഴിയാണ്. 2 മുട്ടയും കിട്ടി. എനിക്കൊന്ന് സാബുച്ചാന് ഇങ്ങനെ ഒരു സർപ്രൈസ് ആദ്യമായിട്ടായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടതും. ഫാമിലി ഒക്കെ ഒരുമിച്ച് കൂടി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയല്ലേ. ഉള്ള സമയം കൊണ്ട് എന്തായാലും ഞങ്ങൾ തട്ടിക്കൂട്ടി ഒരു കേക്ക് കട്ടിങ് പരിപാടി ഇട്ടതാണ്. സാബുച്ചാൻ ഒരു മര്യാദയ്ക്ക് ഗിഫ്റ്റ് പോലും ഞങ്ങൾക്ക് ആർക്കും മേടിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഗിഫ്റ്റ് കാർഡിലാണ് ഒതുക്കിയത്. ഗിഫ്റ്റ് കൊടുക്കുന്നതിലൊന്നും അല്ല കാര്യം എന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. ഒരാൾ ഇവിടെ സൈക്കിളൊക്കെ മറിച്ചിട്ട് പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ഉള്ള സമയം കൊണ്ട് ഞാൻ ഫുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വർത്താനം പറഞ്ഞ് പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഇവിടെ എല്ലാം തട്ടിക്കൂട്ടുന്നത്. വലിയ പരിപാടികളൊന്നുമില്ല. പെട്ടെന്നായതുകൊണ്ട് തന്നെ ജസ്റ്റ് കേക്കും ഒരു 1-2 ബലൂണും മാത്രം. സാബുച്ചാൻ അത് എന്താ പറയുക, ഇതിലൊന്നും അല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു പാട്ടും ബഹളമൊക്കെ കണ്ടപ്പോഴത്തേക്ക് സാബുച്ച ശരിക്കും ഞെട്ടിയിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ബൈ ദ വേ സൺഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളൂ. മൺഡേ ആണ് ബർത്ത്ഡേ. എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളെല്ലാവരും പോവുകയാണ്. അപ്പോൾ സാബുച്ചാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ മുഖത്ത് ആ സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ബർത്ത്ഡേ അല്ല, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് പാട്ടും ബഹളവും കൂടെ ഒക്കെ ആയപ്പോഴേ എന്തോ ഒരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ പെട്ടെന്ന് തന്നെ നടത്തി. ലെവിക്കുട്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും സാബുച്ചാൻ്റെ കയ്യിലേക്ക് എത്തുന്നില്ല. തിരിച്ച് അതേപടി അവൻ സ്പീഡിൽ മേടിക്കുന്നുണ്ടായിരുന്നു. ഈ സോങ് ഒക്കെ ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കാരണം നമ്മൾ അതെല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് പായസവും അതുപോലെ തന്നെ നല്ല അടിപൊളി പപ്സും ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളി പപ്സ് കഴിക്കുന്നത്. എഗ് പപ്സ് എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുമില്ല. പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു വളരെ പെട്ടെന്നാണെന്ന്. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് അതിൻ്റെ പേസ്റ്റ് മേടിക്കുന്നത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഏതാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെ ഞാനും മേടിച്ചു. ഞാൻ ട്രൈ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. നിങ്ങളുടെ റീലിൽ കണ്ടു കാണും. അതൊക്കെ അടുത്ത വ്ളോഗിൽ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പ്ലാൻ ചെയ്തിരിക്കുന്നത് നേരെ തന്നെ പ്രസന്റ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ലണ്ടനിലേക്ക് പോകാനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു പ്ലാനും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ
ഓൺ ദി വേയിൽ ഫ്ലിറ്റ്വിക്കിൽ നമുക്ക് അശ്വിൻ, അനീഷ, മെറിയത്തിനെയും പോയി കാണണമെന്ന് ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നു. സോ അനീഷയുടെ ഡ്യൂ നെക്സ്റ്റ് മന്താണ്. അതിന് മുമ്പേ നമുക്കൊന്ന് പോകണം. ഈവൻ ലെവിക്കുട്ടിനും മെറിയും 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ള ആ സമയത്തിലൊക്കെ കുഞ്ഞു ബേബീസ് അല്ലായിരുന്നു. ഇപ്പം ലെവിക്കുട്ടിനും വലുതായി, മെറിയും ബേബിയും വലുതായി. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഡിന്നറാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ഒരാൾ ഒളിച്ചിരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അനീഷ ചായയും സ്നാക്സും ഒക്കെ തന്നു. നമ്മളധികം ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല, കാരണം നമ്മൾ ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലൂട്ടനിലാണ്. ഫ്ലിറ്റ്വിക്കിൽ നിന്നൊരു 20 മിനിറ്റ്സേ ഉള്ളൂ. ചായലിംഗ് റെസ്റ്റോ കഫേയിലാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു 2-3 കൊല്ലം മുമ്പേ പോയിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴാണ് കേട്ടോ പോകുന്നത്. ഫ്ലിറ്റ്വിക്കിൻ്റെ അടുത്താണ് ലൂട്ടൺ എന്നതുകൊണ്ട് നമ്മൾ അവിടെയാണ് പ്രിഫർ ചെയ്തത്. ലെവിക്കുട്ടിനും മെറിയത്തിനും കളി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ പോരണമെന്ന് ആഗ്രഹമില്ല. അവിടെ ഭയങ്കര വർത്തമാനവും പറച്ചിലും ഒക്കെ ആയിരുന്നു. ലെവിക്കുട്ടിനെ എല്ലാം കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് നേരെ ചായലിംഗ് റെസ്റ്റോ കഫേയിലെത്തി. അനീഷ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻസ്ഡായിരുന്നു കേട്ടോ. ഞാൻ പ്രിഫർ ചെയ്ത റെസ്റ്റോറൻറ്റ് ഓക്കെ ആയിരിക്കുമോ അല്ലേ എന്നുള്ളത്. പക്ഷേ അനീഷ ശരിക്കും എൻജോയ് ചെയ്തു. ഒരു പ്രഗ്നൻറ്റ് ലേഡി ഫുഡ് കഴിച്ച് അത് ആസ്വദിക്കുന്നത് കാണുമ്പോഴാണ് ഞാൻ ഭയങ്കര ഹാപ്പി. എൻ്റെ സമയത്ത് എനിക്ക് ഒരു ഫുഡും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കഴിക്കുമായിരുന്നു, പക്ഷേ ഞാൻ എല്ലാം ഛർദ്ദിക്കുമായിരുന്നു. ചോറും പയറുതോരനും അവിയലും മാത്രമേ എനിക്ക് പറ്റുള്ളായിരുന്നു. എനിക്കൊന്നും അത് തന്നെ ഇപ്പോൾ ലെവിക്കൊണ്ടും ഇഷ്ടം. വേറെ എന്തും ഒരു നോൺ വെജും ഞാൻ കഴിച്ചിട്ടില്ല, ഒരു ഫ്രൂട്ട്സോ ഒന്നും ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. അനീഷ അത് എൻജോയ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സ്ഥിരം പറയുന്നത് പോലെ തന്നെ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. പിന്നെ അവിടെ ട്രൈ ചെയ്യേണ്ടത് പള്ളിക്കെട്ട്, അതുപോലെ തന്നെ ഫിഷ് മന്തി, പിന്നെ പൊറോട്ട ബീഫ്, പഴംപൊരി ബീഫ്, ഇതൊക്കെ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവൻ അതിന് ശേഷം അനീഷയുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നപ്പോൾ അനീഷ ഫുഡ് അവിടുന്ന് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞു, സൂപ്പറായിരുന്നെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കും ലൂട്ടിൽ വരാൻ നേരത്തെ ചായലിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ അച്ഛന് ജോലി ഉണ്ടായിരുന്നു. ലെവിക്കുട്ടിന് ദോശ ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ, അല്ലാതെ കടയിൽ നിന്ന് മേടിച്ചൊന്നുമല്ല. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. എനിക്ക് 35 വയസ്സായി. ഇതുവരെ ഞാൻ ഇങ്ങനെ എണ്ണിച്ചെന്ന് ഒരാളോടും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്തായാലും പറഞ്ഞത് എന്താണെന്നും ഈ പറഞ്ഞതിനാണ് എന്നെ ബാൻ ചെയ്തതും. ബാൻ ചെയ്തിരിക്കുന്നത് UK ലെസ്റ്ററിലുള്ളൊരു ചർച്ചാണ് കേട്ടോ. ഞാൻ ലെവിക്കുട്ടിനെ ഉറക്കി കിടത്തിയിട്ടാണ് വ്ളോഗ് എടുക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് മമ്മി രാവിലെ അയച്ചു തരുന്ന മാത്യു അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങും കേൾക്കാറുണ്ട്. എല്ലാ ജോലിയും കഴിഞ്ഞ് ലെവിക്കുട്ടിന് ഫുഡും കൊടുത്ത് അവനെ കുളിപ്പിച്ച് സെറ്റാക്കി അവൻ നല്ല ഉറക്കമായി കേട്ടോ. അങ്ങനെ ഫാമിലി സൺഡേ അറ്റൻഡ് ചെയ്ത് ജനിച്ചേൻ്റെ വീട്ടിലൊക്കെ പോയി പപ്സൊക്കെ കഴിച്ച് നമ്മൾ ഇന്നലെ രാത്രിയാണ് എവിടെ എത്തിയത്, നമ്മുടെ വീട്ടിലെത്തിയത്. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു ലണ്ടനിലേക്ക്. ഞാനും ലെവിക്കുട്ടിനും അച്ചും, മമ്മിയും ഡാഡിയും പ്രസന്ന ചേച്ചിയും സാബു ചായനും അക്കായെ കാണാൻ വേണ്ടി നേരെ ലെസ്റ്ററിലേക്ക് പോയി. സാനിക്കുണ്ട ട്വിങ്കിളും നേരെ ഗ്രാന്തത്തോട്ടും പോയി. അങ്ങനെ 3 പേരും 3 വഴിയിലൂടെ പോയിരിക്കുകയായിരുന്നു. ഞാൻ ഈ ആനയൊക്കെ പിടിച്ചിട്ട് എന്താണെന്നല്ലേ, ലെവിക്കുട്ടിനെ ഇപ്പോൾ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് വന്നതേ ഉള്ളൂ. സോ ജനുച്ചേൻ്റെ ഫാമിലി കൊടുത്തതാണ് ഈ ആനക്കുട്ടീനെ. ഇത് കൂടാതെ ശ്രുതി, ഞാൻ ദുബായിൽ നിന്ന് പരിചയപ്പെട്ടതാണ്, ശ്രുതി ഗോമസ്. ശ്രുതി എനിക്ക് ലെവിക്കുട്ടിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. ഇതുവരെ ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല. സോ ലെവിക്കുട്ടിനെ ഇപ്പോൾ ഈ ടോയ്സൊക്കെ കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആനയും ഈ പറഞ്ഞ പോലെ കുതിരയും കരടിയൊക്കെ ഇപ്പോൾ പേടിയില്ല, ആളോക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗിൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ പൊളിറ്റിക്സ് അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ വ്ളോഗിലും സ്റ്റോറിയിലും ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അത് അറിയിക്കണമെന്ന് തോന്നി. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ലിൻഡുവിന് അങ്ങനെ തന്നെ വേണമായിരുന്നെന്ന്. അങ്ങനെ തന്നെ വേണം എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ കള്ളം കയറിയപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ പറഞ്ഞു, ചേച്ചി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആണ്. ചേച്ചി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ക്യാമറയൊക്കെ വീട്ടിൽ വെച്ചു, ഞങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളായി, ഗോൾഡൊക്കെ നാട്ടിലേക്ക് കൊടുത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. എന്നാൽ നമ്മുടെ കൂടെ നിന്ന് ചില ആളുകൾ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ആ വീഡിയോ, അതായത് കള്ളം കയറിയ വീഡിയോ റീക്രിയേറ്റ് ചെയ്തു. ഞാൻ കള്ളം കയറിയതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് വേണ്ടപ്പെട്ട, അതായത് എനിക്കറിയാലോ ഗോൾഡൊക്കെ ഉള്ളവരും കെയർഫുള്ളായിട്ട് വെക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു നെക്സ്റ്റ് ഡേ തന്നെ. പക്ഷേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് 1 മന്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കള്ളം കയറി ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് 1 വീക്ക് കഴിഞ്ഞിട്ട് ഒരു കണ്ടൻറ് എന്നുള്ള രീതിയിൽ അവരത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്തു. ലൈക്സിന് വേണ്ടി ആയിരിക്കാം, റീച്ച് കൂട്ടാൻ വേണ്ടി ആയിരിക്കാം. എന്നാൽ അങ്ങനെ ചെയ്യുന്ന ആളുകളും കളിയാക്കിയവരും, ഓ അവളുടെ വീട്ടിൽ കള്ളം കയറി നന്നായി എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതും ചിലപ്പോൾ ആളുകൾ പറയുമായിരിക്കും, ഓ ലിൻഡുവിനെ ചർച്ചിൽ ബാൻ ചെയ്തു, അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എനിക്കുണ്ടായ എക്സ്പീരിയൻസ്
ഇനി എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ കള്ളം കയറി കഴിഞ്ഞപ്പോഴാണ് പലരും പറഞ്ഞത്, ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി 1 പ്രാവശ്യമല്ല 4 പ്രാവശ്യം കയറി. എന്നാൽ അവരൊന്നും എന്നോടിത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിത് പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് അത് യൂസ്ഫുള്ളായി. അതുപോലെ തന്നെ ഈ വീഡിയോയിലും എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. കാരണം എന്നെ UK ചർച്ചിൽ ബാൻ ചെയ്തതിന് ശേഷം കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങൾ വേറൊരു ചർച്ചിൽ പോയപ്പോൾ ഞങ്ങളുടെ ഈ ചർച്ചുകാർ ഞങ്ങളെ ബാൻ ചെയ്തു, പിന്നെ ഒരു സൺഡേ അറ്റൻഡ് ചെയ്യാതിരുന്നപ്പോൾ അവർ നെക്സ്റ്റ് സൺഡേയിൽ പ്രസംഗത്തിൽ പറയുന്നത് ഈ പള്ളിയിൽ വരാതെ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും അത് കിട്ടത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് രീതിയിൽ. ഇപ്പം പള്ളിയിലുള്ള ഒരാളായിരിക്കും ഒരു ദിവസം ഒരാഴ്ച പ്രസംഗിക്കുന്നത്, ആ ബ്രദറിനെ പാസ്റ്റർ എന്ന് വിളിക്കാത്തതിൽ തെറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ആൾക്കാരുടെ പ്രസംഗം കേൾക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് ചില ചർച്ചിലുള്ള ആളുകളെ ബാൻ ചെയ്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ് കേട്ടതായിട്ട് ഞാൻ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എത്രയൊക്കെ കഷ്ടമാണെങ്കിലും എത്രയൊക്കെ ടയേർഡാണെങ്കിലും ഞായറാഴ്ചയിൽ പള്ളിയിൽ പോകാൻ മുടക്കത്തില്ല. അത് മമ്മി പഠിപ്പിച്ചൊരു ശീലമാണ്. പോയില്ലെങ്കിൽ മമ്മി പറയും അവിടെയുള്ള ഏത് ചർച്ചാണോ അവിടെ പോയിക്കോണമെന്ന്. അത് മമ്മി പഠിപ്പിച്ചൊരു ശീലം, അത് നല്ലത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് ഉണ്ട് താനും. അപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിൽസോങ് ആണ്. അവിടെ പിന്നെ എന്താ പറയുക, കുശുമ്പും കുന്നായ്മയും പരാതികളും ഒന്നും തന്നെ ഇല്ല. ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്കിടാം, ഏത് സമയത്ത് വേണമെങ്കിലും കയറി ചെന്നാലും ഇറങ്ങിച്ചെന്നാലും പ്രശ്നമില്ല. സോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ചർച്ചുകളിലൊക്കെ എന്നെ പല ആളുകളും കളിയാക്കിയിട്ടുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആവാതിരുന്നതുകൊണ്ട്. എന്ന് കരുതി ഞാൻ ആ പള്ളികളിൽ പോകാതൊന്നും ഇരിക്കുന്നില്ല. അതൊക്കെ അവർക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അവർക്ക് അതിൽ നിന്ന് ഒരു സുഖം കിട്ടുവാണെങ്കിൽ സുഖം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാനത് വിട്ടിട്ടുള്ളൂ. എന്ന് കരുതി ആ ചർച്ചിലെ ആൾക്കാരോട് മിണ്ടാതിരിക്കുകയോ ആ ചർച്ചിൽ പോവാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഞാൻ പല സ്ഥലങ്ങളിലാകുമ്പോൾ പല ചർച്ചുകളിലാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ മലപ്പുറം, നിലമ്പൂർ, എടക്കര, പെരുങ്കുളം എന്നുള്ള സ്ഥലത്താണ് ജനിച്ച് വളർന്നത്. എൻ്റെ ഡാഡിയുടെ ഫാമിലിയൊക്കെ ഓർത്തഡോക്സുകാരാണ്. ഓർത്തഡോക്സ് ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. പള്ളിയുടെ തൊട്ട് മുകളിലാണ് ഞങ്ങളുടെ വീട്. അതിനുശേഷം ഞാൻ ബാപ്റ്റിസം എടുത്തു 2007. ഓക്കെ, പിന്നീടാണ് ഞാൻ കല്യാണം കഴിച്ച് മർത്തോമ ചർച്ചിലേക്ക് വന്നത്. ഞാനിവിടെ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ചർച്ചുകളിലും ഞാൻ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്, പല ചർച്ചുകളിലും ഞാൻ സർവീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാണ് അല്ലേ. ഒരിക്കലും ചുമ്മാതെ പോയി ഒരാൾക്ക് ബാപ്റ്റിസം എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ മമ്മി എടുത്തു, അതിനുശേഷം ചേച്ചി എടുത്തു, അതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് ഏതൊരു കാര്യവും ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും. അപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പേ ഞാൻ ലെസ്റ്റർ ചർച്ചിൽ, അക്കരെ ഒരു പുതിയ ചർച്ചിലാണ് ഞാൻ പോയത്. ആ പാസ്റ്ററിനെ ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ടിട്ടേ അറിയാം. എന്നെ മാത്സ് പഠിപ്പിച്ച ഒരു ടീച്ചറും കൂടിയാണ്. അക്കയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അക്കയ്ക്കും റേച്ചാനും പിള്ളേർക്കും ഒക്കെ പോകാൻ ഭയങ്കര സൗകര്യമുള്ള ഒരു ചർച്ചാണ്. അപ്പോൾ ഞാൻ 2nd ടൈമാണോ 3rd ടൈമാണോ ഞാൻ അവിടെ പോകുന്നത് കേട്ടോ. അപ്പോൾ അക്കയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയത് കൊണ്ട് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും പോയി, അക്ക മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പള്ളിയിലെ പ്രസംഗം സാധാരണ ആ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്, 12:30 ആകുമ്പം പള്ളിയിലെ പ്രസംഗം നിർത്തും. ചില പള്ളികളിലാണെങ്കിൽ പ്രസംഗം വാരി വലിച്ച് നീട്ടി അങ്ങ് കൊണ്ടുപോകും 1:30-2 മണി വരെ. അക്കൊക്കെ സാറ്റർഡേ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പാവം ചില സമയത്ത് പ്രസംഗം കേട്ട് ഉറക്കം തൂങ്ങുന്നുണ്ടാകും. പക്ഷെ എന്നാലും അവൾ പള്ളിയിൽ പോകും. എന്നിട്ട് ഞായറാഴ്ച നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, നമ്മളൊരു പള്ളിയിൽ പോകുന്ന ഒരു ഞായറാഴ്ച എന്തിനാണ്? നമുക്ക് പീസ്ഫുള്ളായിട്ടിരുന്ന് പ്രെയർ ചെയ്യാൻ. അതുപോലെ തന്നെ അന്ന് നമുക്ക് കിട്ടുന്ന വചനം, പറയുന്ന വചനം ആരായിക്കോട്ടെ, ഒരു പള്ളിയിലെ പാസ്റ്റർ ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, പള്ളിയിലെ ഒരു ബ്രദറായിരിക്കും ചിലപ്പോൾ പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റ് വന്നിട്ടായിരിക്കും പ്രസംഗിക്കുന്നത്, ആരും ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് അന്ന് കിട്ടുന്ന ഒരു വചനമാണ് നമ്മളെ ഒരാഴ്ച ഓടിക്കുന്നത്. എനിക്കങ്ങനെയാണ് കേട്ടോ. ചില വചനങ്ങൾ ചിലപ്പോൾ അതങ്ങ് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്, അതങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നത് ആ വചനമാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില ആഴ്ചകളിൽ നമ്മൾ കുറച്ച് ഡൗൺ ആയിരിക്കും. അപ്പോൾ ആ ഞായറാഴ്ചകളിൽ പള്ളിയിൽ ചെല്ലുമ്പോഴാണ് നമ്മളെ ഉണർത്തുന്നത്. എനിക്കങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അന്നത്തെ വചനവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞാൻ പിന്നെയും പറയാണ്, ആ പള്ളിയിൽ 12:30 ആകുമ്പോൾ കൃത്യസമയത്ത് പ്രസംഗം നിർത്തി സർവീസ് എൻഡ് ചെയ്യിപ്പിക്കുന്നതാണ്. പല ചർച്ചുകളിലും ഞാൻ പോയിട്ടുള്ളത് കൊണ്ട് പറയുന്ന സമയത്തല്ലായിരിക്കും നിർത്തുന്നത്. നമ്മുടെ സമയം ഒരുപാട് നീണ്ടുപോകും. ഡ്യൂട്ടി ഉള്ളവർക്കാണെങ്കിലും ചില ആൾക്കാർ ഇൻ ബിറ്റ്വീൻ ഇറങ്ങിപ്പോകും. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ലണ്ടനിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രസംഗം നിർത്താൻ നമുക്കൊരു സമയം ഉണ്ടാകുമല്ലോ. ആ സമയത്തൊന്നും നിർത്താതെ എനിക്ക് എല്ലാവരെയും കണ്ടിട്ടൊന്ന് ഹായ് പറയണം, അല്ലെങ്കിൽ പാസ്റ്ററിനോട് വിശേഷം പറയണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ പ്രസംഗം നിർത്തിയിട്ട് വേണ്ടേ നമുക്കൊന്ന് ഇറങ്ങാൻ. അപ്പം ഇൻ ബിറ്റ്വീൻ ഇറങ്ങാൻ നേരത്ത് ആൾക്കാരെന്ത് വിചാരിക്കുന്നു കരുതിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, ഈ പള്ളിയിൽ 12:30 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിർത്തും. അതൊരു നല്ല കാര്യമാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ഞാൻ ആ ചർച്ചിൽ പോയപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. റേച്ചാൻ്റെ മമ്മി, ഡാഡി, മമ്മി, റേച്ചാൻ്റെ പിള്ളേർ,
അച്ചു, ഞാൻ, ലേവിക്കുട്ടൻ. ഓക്കെ, ഞാൻ എല്ലാ പള്ളിയിൽ പോകുമ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ആ പള്ളിയിലെ പ്രസംഗം അല്ലെങ്കിൽ അവിടുത്തെ പാട്ട് പോസ്റ്റ് ചെയ്യും. ഒരിക്കലും അവരുടെ ഫേസ് അല്ല പോസ്റ്റ് ചെയ്യുന്നത്, ബാക്കിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ചില ആളുകളൊക്കെ എന്നോട് പറയാറുണ്ട്, ചേച്ചി ഇന്നിട്ടിട്ടുള്ള ആ പ്രസംഗം നല്ലതായിരുന്നു, പ്രെയർ നല്ലതായിരുന്നു, അതുപോലെ തന്നെ ചേച്ചിയുടെ പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പള്ളിയിൽ പോകാൻ പറ്റിയില്ല, പക്ഷേ ചേച്ചിയുടെ അത് കേട്ടപ്പോൾ ഒരു മിനിറ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു റിലീഫായിരുന്നു. ചേച്ചി നല്ലതാണ്. പിന്നെ ഏത് ലൊക്കേഷനിലാണ് ചേച്ചി പോയത്, ഏത് ചർച്ചിലാണ് പോയത്, ഇവിടുത്തെ സ്റ്റുഡൻസായിട്ടും ജോലിക്ക് വന്നവരൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഏത് ചർച്ചിൽ പോയാലും വീഡിയോ പോസ്റ്റ് ചെയ്യും, മിക്കതും കേട്ടോ. മാക്സിമം ഫേസ് അവോയ്ഡ് ചെയ്യും. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ, പ്രസന്ന ചേച്ചിയുടെ ചേർച്ചിൽ പോയപ്പം, പീറ്റർ ബ്രോയിൽ പോയപ്പോൾ അവർക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ, എൻ്റെ വ്ളോഗിൽ വരാൻ. അവിടെയുള്ള സ്ത്രീ സമാജക്കാരൊക്കെ പറഞ്ഞു വീഡിയോയിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിഷ്ടമാണ്. അങ്ങനെ പറയുന്നവരുടെ വീഡിയോ എടുക്കും. കാരണം ഇവിടെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കണം വീഡിയോ എടുക്കുന്നത്, മറ്റുള്ളവരുടെ ഫേസ് വരുന്നത്. റീസെൻ്റ്ലി ഞാനൊരു ഡാൻസ് വീഡിയോ ചെയ്തു, ഒരുപാട് പേര് ബാഡ് കമൻറ്റ്സ് അയച്ചു. അതെന്തിനാണ് റോട്ടിൽ നിന്ന് ഡാൻസ് കളിച്ചത്, മലയാളികളെ പറയിപ്പിക്കാനായിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് എനിക്ക് ബാഡ് കമൻറ്റ്സ് ആണ് ഇട്ടത്. ഞാൻ എല്ലാ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ആരും ഡാൻസ് കളിക്കുന്നില്ലേ, ഇവിടെ ആരും റോഡിൻ്റെ നടുക്കുന്നൊന്നും ചെയ്യാറില്ലേ? ഇത് എനിക്ക് തോന്നി ഇതൊരു ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഇതിന് വേണ്ടിയിട്ടിരിക്കുന്നു, ഒരു പണിയില്ലാത്ത. ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് ആരാ? ഞാനല്ലേ. അപ്പോൾ ആ ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്താൽ റീച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതും എനിക്കറിയുന്ന ഒരു കാര്യമല്ലേ. ഞാൻ ആ ഡാൻസിൻ്റെ വീഡിയോ ആ റോഡിൽ നിന്ന് പ്രാക്ടീസ്, അത് റോഡല്ല കേട്ടോ, അത് അപ്പാർട്ട്മെൻറ്റിൻ്റെ റോഡാണ്. ആ പുള്ളിക്കാരി ആ കാർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്തോ ഒരു സാധനം മറന്നു വെച്ചിട്ട് പുള്ളിക്കാരി പെട്ടെന്ന് വന്നതാണ്. അതുകൊണ്ട് പുള്ളിക്കാരി എന്നോട് സോറി പറഞ്ഞിട്ട് ഡാൻസ് നല്ലതാണെന്നാണ് പറയുന്നത്. പോയ സ്പീഡിൽ തന്നെ പുള്ളിക്കാരി തിരിച്ചു വന്നു ആ സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അത് ശരിക്കും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പോസ്റ്റ് ചെയ്തില്ല. കാരണം ഇവിടുത്തെ ആ റൂളിന് എതിരാണത്. അത് അപ്പാർട്ട്മെൻറ്റ് റോഡ് ആയതുകൊണ്ടാണ് ഡാൻസ് കളിച്ചത്. നടു റോഡിൽ അങ്ങനെ കളിക്കാൻ നമ്മളെ ആരും സമ്മതിക്കത്തുമില്ല. ഓക്കെ, പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകും. അപ്പം അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരു 100 പ്രാവശ്യം ഞാൻ ആലോചിക്കുമല്ലോ, ഇത് എന്തെങ്കിലും പ്രശ്നം വരുമോ. അത് വലിയൊരു എന്താ പറയുക യൂട്യൂബർ, നാട്ടിലുള്ള വലിയൊരു യൂട്യൂബർ പറഞ്ഞു ലിൻഡു ചെയ്തത് തീരെ ശരിയായില്ലെന്ന്. പുള്ളിയുടെ വ്ളോഗ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും പുള്ളി ചെയ്യുന്നതൊക്കെ ശരിയാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ബുദ്ധിയും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഇത് നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്യാൻ നേരത്ത് എന്താണ് പോസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡാൻസ് വീഡിയോ റോട്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്തത്. അത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു ചാനൽ, പുള്ളിക്കാണെങ്കിൽ ന്യൂസ് ഇല്ലാഞ്ഞിട്ടാണെന്നാണ് തോന്നുന്നത്, ലോകത്തുള്ള എല്ലാ ന്യൂസും വാരി വലിച്ചിടും. ഇവിടെ നടക്കുന്ന പിള്ളേരെടുക്കുന്ന വീഡിയോസും ഞങ്ങൾ കളിക്കുന്ന ഡാൻസൊക്കെയാണ് ഇപ്പോൾ പുള്ളിയുടെ ചാനലിൽ പുള്ളി പോസ്റ്റ് ചെയ്ത് പുള്ളി വൈറലാക്കുന്നത്. പുള്ളിക്ക് റീച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ പുള്ളിക്ക് കുറച്ച് ഇൻകം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ സ്റ്റോറിയിൽ പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു പുള്ളിക്ക് നല്ല റീച്ചുള്ള ചാനലാണ്, അതുകൊണ്ടാണ് പുള്ളി ആ വീഡിയോ ഇട്ടതെന്ന്. അതെ, പുള്ളിക്ക് നല്ല റീച്ചുള്ള ചാനലായതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ വേറൊരു കുട്ടിയുടെ കണ്ടൻറ്റ് ഇട്ടുമ്പോൾ പുള്ളിക്ക് ഒന്നും കൂടെ റീച്ച് കിട്ടും, അതിൽ ഇൻകമും കിട്ടും. അത് പുള്ളി അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കണ്ടൻറ്റ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, മറ്റുള്ളവരെ കണ്ടൻറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ പറയാൻ വന്നത് ഈ UK ചർച്ചിൽ ബാൻ ചെയ്ത കാര്യമാണ്, ഇടയ്ക്ക് മിക്സായി പോയതാണ് കേട്ടോ. അപ്പം അക്കയ്ക്ക് ആക്സിഡൻ്റ് ആയതുകൊണ്ട് അക്ക വന്നില്ല, ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. റേച്ചാനും മമ്മിയും, റേച്ചാനും പിള്ളേരും, ഞാനും അച്ചും ലേവിക്കുട്ടനും മമ്മിയും ഡാഡിയും ഒക്കെ. അപ്പം പള്ളിയിലെ സാധാരണ പോലെ തന്നെ കുർബാന എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലേവിക്കുട്ടൻ കൈയടിച്ച് പാട്ടുപാടി. ഇത് ഞാൻ എല്ലായിടത്തും പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മാക്സിമം ആളുകളുടെ ഫേസ് അവോയ്ഡ് ചെയ്യും ആ സമയത്ത് സർവീസ് അറ്റൻഡ് ചെയ്യും. എനിക്കിഷ്ടമാണ് ലേവിക്കുട്ടൻ്റെ ഓരോ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യുന്നത്. അവൻ കൈയടിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ വിളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമാണ്. അപ്പം പള്ളിയിലെ കുർബാന എല്ലാം കഴിഞ്ഞതിന് ശേഷം പള്ളിയിലെ തന്നെ ഒരു ബ്രദറാണെന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. ക്രിസ്തുവിൻ്റെ ഭാവം എന്നായിരുന്നു ടോപ്പിക്ക്. അതായത് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ വരണം എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി അത് ക്രിസ്തുവിൻ്റെ ഭാവത്തെക്കുറിച്ചല്ല പറയുന്നത്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനെക്കുറിച്ചാണ് പറയുന്നത്. ബ്ലഡ് ചിതറി, പിന്നെ ലിവറിൻ്റെ അകത്തു കൂടെ കയറി, ആർട്ടറി തുളച്ച് കയറി, ഇങ്ങനെ കീറി മുറിച്ച്, ഇതിൻ്റെ വെയിൻ്റെ അകത്തു കൂടെ തുളച്ച്, എല്ലിൻ്റെ അകത്തു കൂടെ മുറിച്ച്, ഇടിച്ച്, കീറി പറിച്ച് എന്നൊക്കെ. ഇത് ഞാൻ ലിറ്ററലി ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര് പ്രസംഗിച്ചാലും ഞാൻ ഒരു ബൈറ്റ് എടുത്തു വെക്കും. കാരണം എൻ്റെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ
നമ്മളുടെ റീൽസിൽ സ്റ്റോറിയിൽ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചതാരാണ്, നല്ല പ്രസംഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട്. അവരുടെ പെർമിഷനോട് കൂടി. ചില ആളുകൾക്ക് അത് താല്പര്യമില്ലായിരിക്കും, അവരുടെ പോസ്റ്റ് ചെയ്യാറുമില്ല ഞാൻ. അത് നമ്മൾ കൺസേൺ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ പുള്ളിയുടെ ഈ പ്രസംഗം കുറേ ആയിട്ട് അങ്ങ് നീണ്ടു പോകുന്നുണ്ട്. അതായത് 12:30 കഴിഞ്ഞ് 12:35 12:40 കുറേ ആളുകൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നു. കാരണം ക്രിസ്തുവിൻ്റെ ഭാവത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, പക്ഷേ അത് ക്രൂശീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു ക്ലാസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഒരു ബയോളജി ക്ലാസ് എടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, കട്ടാകുന്നത്, തറച്ച രീതികൾ, ബ്ലഡ് ചിതറിയത്, എല്ലാ ക്രിസ്ത്യാനികൾക്കും. ഇപ്പോൾ ചില വാക്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇപ്പോൾ സങ്കീർത്തനം 23 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്നൊക്കെ ഒരാൾ പ്രസംഗിക്കുമ്പോഴാണ് കൂടുതൽ നമുക്കതിനെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തു മരിച്ചത് എങ്ങനെയാണെന്നും ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഞങ്ങളൊരു ചർച്ചിൽ അറ്റൻഡ് ചെയ്യാൻ നേരത്ത് ആ ബൈബിളിൽ എത്ര വാക്യങ്ങളുണ്ട്, ഇത്രയുണ്ട്, 1800 ഇത്രയാണ്, ഇത്ര വാക്യമാണ്, ഇത്ര നാളിലാണ് പുസ്തകം, ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. ഓക്കെ, ഒരാൾ എണീച്ച് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലാതെ ബുക്കിൻ്റെ അളവ്, ബുക്കിൻ്റെ കണക്കോ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു വചനമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ലെസ്റ്ററിലെ ഈ ചർച്ചിലെ ഈ ബ്രദർ പ്രസംഗിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പള്ളിയിലുള്ള ആളുകൾ എന്നെ ചിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അല്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ. ചില ആളുകളുണ്ടല്ലോ ബിഹൈൻഡ് നിന്നിട്ട് ഇങ്ങനെ ചിരിക്കും, കുറ്റം പറയും. ധൈര്യത്തോടു കൂടി മുന്നോട്ട് നിന്ന് പറയാൻ ആർക്കും ചങ്കൂറ്റമില്ല. പക്ഷെ ഞാൻ അന്ന് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 12:40 ഞാൻ എണീച്ചിട്ട് പറഞ്ഞു, അതേ കുറച്ച് മുമ്പോട്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞു, ബ്രദർ പ്ലീസ് ബ്രദർ, ഞങ്ങളിവിടെ പ്രസംഗം കേൾക്കാനാണ് വന്നത്, അല്ലാതെ ക്ലാസ് കേൾക്കാനല്ല എന്ന് ഞാൻ കൈകൂപ്പി പറഞ്ഞു. അപ്പോഴത്തേക്ക് പാസ്റ്റർ എണീച്ചിട്ട് പറഞ്ഞു, ഇരിക്കൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി ക്രിസ്തുവിൻ്റെ ഭാവത്തെക്കുറിച്ച് നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് പുള്ളി പറയുന്നത്, ഞാനൊരു ക്രിസ്ത്യാനിയല്ല, ഞാൻ ദൈവത്തെ സ്വീകരിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഒരു ചെറിയൊരിത് പറഞ്ഞു. ടെസ്റ്റിമണി കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. ഞാൻ അന്ന് അവിടെ ചെയ്തൊരു കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഫുള്ള് കേട്ടിട്ടേ കമൻറ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 12:45 പള്ളി അവസാനിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ബാക്കിൽ വെയിറ്റ് ചെയ്തു പുള്ളിയെ ഒന്ന് കാണാൻ വേണ്ടി. പുള്ളിയുടെ ചുറ്റിനും ആളുകളുണ്ടായിരുന്നു, പാസ്റ്ററും ഇങ്ങനെ പലരോടും വർത്തമാനം പറയുന്നു. ഞാനപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങ് പോന്നു, കാരണം ലെവിക്കുട്ടിന് വിശക്കാനായി, അക്ക തനിച്ചേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലണ്ടനിലേക്ക് പോയി. മമ്മിയും ഡാഡി എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് പറയും, പിന്നെ എൻ്റെ മനസ്സിൽ ഇരിക്കത്തില്ല. അത് എല്ലാവരോടും അങ്ങനെയാണ്. എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് എന്നെ പെട്ടെന്നൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ടൈം എടുത്തിട്ട് ഇഷ്ടപ്പെടത്തുള്ളൂ. പറയാനുള്ളത് ഞാൻ പറയുന്ന ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിലെ മിക്ക ആളുകൾക്കും അത് അറിയുന്നതാണ്. എന്നെ അടുത്തറിഞ്ഞാൽ മാത്രമേ ഞാൻ എന്താണെന്ന് അറിയത്തുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ പറയാൻ വന്നത് എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പം മമ്മി ഞങ്ങളെത്തി, ഉറങ്ങി. നെക്സ്റ്റ് ഡേ, അതായത് തിങ്കളാഴ്ച രാവിലെ വിളിച്ചു പറഞ്ഞു, ലിൻ്റെ മോളെ നിൻ്റെ ദേഷ്യമൊക്കെ കുറച്ച് കുറയ്ക്കണം, ലിൻ്റെ മോളെ നീ ഇനി ഇങ്ങനെ എടുത്ത് ചാടി സംസാരിക്കരുത്, പിന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തെന്ന് വരത്തില്ല. അങ്ങനെ പബ്ലിക്കലി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ നീ ഇറങ്ങിപ്പോകാൻ വയ്യായിരുന്നോ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്തേനോ മിണ്ടാതിരിക്കാൻ വയ്യായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മമ്മിയോട് തിരിച്ചു പറഞ്ഞു, മമ്മി ഞാനങ്ങനെ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലേറെ ഇൻസൾട്ട് അല്ലേ, പുള്ളി ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയല്ലേ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ഓക്കെ, പുള്ളിയോടത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പുള്ളി പിന്നെയും വേറൊരു ചർച്ചിൽ ഇതേപോലെ തന്നെ ആയിരിക്കും പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അവിടെയുള്ള ചർച്ച് മെമ്പേഴ്സൊന്നും എനിക്ക് തോന്നുന്നില്ല അത് കറക്റ്റാക്കി കൊടുക്കുന്നത്. കാരണം അങ്ങനെ കറക്റ്റാക്കി കൊടുക്കുമായിരുന്നെങ്കിൽ പാസ്റ്റർ എപ്പോഴേ കറക്റ്റാക്കി കൊടുത്തേനെ. പാസ്റ്റർ ആയാലും അവിടെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യാത്ത കണ്ടപ്പോൾ നമ്മൾ പള്ളിയിൽ വരുന്നത് പ്രസംഗം കേൾക്കാനാണ്. അത് 10 മിനിറ്റ് ആണെങ്കിൽ 15 മിനിറ്റ് ആണെങ്കിൽ ദൈവവചനത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ ഒരു ക്ലാസ് രീതിയിലല്ലായിരുന്നു സംസാരിക്കേണ്ടത് എന്ന് ഞാൻ മമ്മിയോട് തിരിച്ചു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. ഇൻ ബിറ്റ്വീൻ വേറൊരു കാര്യം കൂടെ നടന്നു. ഞാൻ പള്ളിയിൽ നിന്നായി ഇറങ്ങി വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അക്കയുടെ മൂത്ത മകൻ അപ്പു പറഞ്ഞു, അമൂലി എനിക്കും ആ സാറിൻ്റെ ക്ലാസ് തീരെ ഇഷ്ടമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അത് സാറായിരുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, അതെ, എൻ്റെ സയൻസ് പഠിപ്പിക്കുന്ന സാറാണ്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്ത്, അയ്യോ ഞാൻ അറിയാതെയാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ഇവിടെ ക്ലാസ് എടുക്കരുതെന്ന്. കാരണം ക്ലാസ് രീതിയിലാണ് പുള്ളി എടുത്തത്, പക്ഷേ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അപ്പൂസ് വണ്ടിയിൽ കയറിയപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം മമ്മി ഇത് മൺഡേ രാവിലെ എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, പുള്ളിയെ മാറ്റി നിർത്തി പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നി കേട്ടോ. അപ്പം ഞാനത് എടുത്തു ചാടി സംസാരിച്ചതുപോലെ തോന്നി. ചിലപ്പം പുള്ളി ഒരു ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ സംസാരിച്ചത്, ആ പ്രസംഗത്തിൻ്റെ രീതി അങ്ങനെ വന്നതെന്ന്. എനിക്കത് തെറ്റായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അക്കയോട് അന്ന്
നമ്പർ ചോദിച്ചു. അന്ന് വൈകിട്ട് തന്നെ പാസ്റ്ററും വൈഫും വീട്ടിലൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. പക്ഷേ ഞാൻ അക്കയുടെ അടുത്തുനിന്ന് നമ്പർ മേടിച്ചിട്ട് ആ പുള്ളിയെ നെക്സ്റ്റ് ഡേ വിളിച്ചു. കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബ്രദർ ഞാൻ ലിൻറ്റു ആണ്, ഐ എം റിയലി സോറി ഞാൻ അങ്ങനെ സംസാരിച്ചതിൽ. കാരണം ബ്രദറിനോട് എനിക്കത് കേട്ടപ്പോൾ എനിക്കത് ഡൈജസ്റ്റ് ചെയ്തില്ല. കാരണം ഒരു പ്രസംഗിക്കുന്ന രീതിയല്ലായിരുന്നു. ബ്രദർ ആക്ച്വലി പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ടീച്ചറാണെന്ന്. ചിലപ്പോൾ ആ ടീച്ചറിൻ്റെ രീതിയിൽ സംസാരിച്ചതുകൊണ്ടായിരിക്കും അത്രയും എഫോർട്ട് എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാനത് റെസ്പെക്റ്റ് ചെയ്യേണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, എനിക്ക് പറ്റിയൊരു തെറ്റാണ്, ഐ എം റിയലി സോറി. അപ്പോൾ ഈ ബ്രദർ പറയാണ്, ടീച്ചർ ആയതുകൊണ്ടൊന്നും ലിൻറ്റു കൺസേൺ ചെയ്യൊന്നും വേണ്ട. ലിൻറ്റു ഇതുവരെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ലിൻറ്റുവിനെക്കുറിച്ച് ഒരുപാട് പേര് മോശം അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഞാൻ പള്ളിയിൽ നിന്ന് ഞാൻ കരഞ്ഞു തുടങ്ങി, വണ്ടിയിലിരുന്ന് കരഞ്ഞ് വീട് വരെ ഞാൻ കരഞ്ഞ് ലിൻറ്റുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, താങ്ക് യു സോ മച്ച്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ബ്രദർ പറഞ്ഞല്ലോ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, അതൊന്നും കേൾക്കാതെയാണ് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പലരും എന്നെക്കുറിച്ച് ഇതുപോലെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ 10-12 കൊല്ലം മുമ്പ് ഞാനൊരു മൂലയ്ക്കേ ഇരിക്കത്തുണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ആക്ട്രസ് ആവത്തുണ്ടായിരുന്നില്ല, ഞാനൊരു ടിക്ടോക്കർ ആവത്തുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഞാനൊരു യൂട്യൂബർ, അതുപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസർ ആവത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ പല ആൾക്കാരുടെ നെഗറ്റീവ് കമൻറ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മൂലയ്ക്ക് ഞാൻ ഇരിക്കത്തുള്ളൂ, ഞാൻ എവിടെ എത്തത്തില്ല. എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. കമൻറ്റ്സ് പറയുന്നവർ കമൻറ്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നോട്ടെ. ഇതേ കമൻറ്റ് പറഞ്ഞ ആൾക്കാർ തന്നെയാണല്ലോ ബ്രദറിൻ്റെ പ്രസംഗം കേൾക്കാൻ നേരത്തും അവിടെ ഇരുന്ന് ചിരിച്ചത്. അപ്പോൾ പുള്ളി ചോദിച്ചു, ആരാണ് ചിരിച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറയേണ്ട ആവശ്യമില്ല, ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തു പറഞ്ഞു. പിന്നെ ഞാൻ ബ്രദറിനോട് സോറി പറഞ്ഞത് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക്, അതായത് ബ്രദർ നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഇടയ്ക്ക് 12:30 കഴിഞ്ഞതിന് ശേഷം ഞാൻ എണ്ണിച്ച് നിന്ന് അവിടെ നിന്ന് ആളുകളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോഴും ഞാൻ പറയാണ്, ബ്രദർ അവിടെ പ്രസംഗിക്കുകയല്ലായിരുന്നു, ബ്രദർ അന്നൊരു ക്ലാസ് ആയിരുന്നു എടുത്തത്. നമ്മൾ കേൾക്കാൻ വരുന്നത് വചനമാണ്. അപ്പോൾ വചനത്തെക്കുറിച്ചാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് ബ്രദർ പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ചല്ല ഞാൻ സോറി പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് എണ്ണിച്ച് പറഞ്ഞത് തെറ്റായിട്ട് തോന്നി. എനിക്ക് പറയാനുള്ളത് ഞാൻ റൈറ്റായിട്ട് തന്നെയാണ് പറഞ്ഞത്. പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. എനിക്കതൊരു ക്ലാസ് ഫീലാണ് തോന്നിയത്. പിന്നെ അത് കേട്ടപ്പോൾ ഞാൻ കാര്യം പറയാണ്, എനിക്ക് എന്തൊക്കെയോ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നു. കാരണം ബ്ലഡും ഇങ്ങനെ ആർട്ടറിയും ലിവറും ഒക്കെ കീറി മുറിക്കുന്നൊക്കെ രീതിയൊക്കെ എക്സാക്ട്ലി പറയുകയാണ്. അപ്പോൾ നമുക്കൊരു പ്രസംഗത്തിൻ്റെ രീതി തോന്നാത്തത് കൊണ്ടാണ് എനിക്കൊരു അൺകംഫർട്ടബിളായിട്ട് തോന്നിയത്. പിന്നെ പള്ളിയിൽ എന്നെക്കുറിച്ച് പറഞ്ഞ ആളുകൾ തന്നെയാണ് ബ്രദറിനെ നോക്കി ചിരിക്കുന്നത്. പിന്നെ ആ ബ്രദർ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പ്രസംഗം കേട്ടിട്ടില്ല, ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഞാനൊരു കാര്യം പറയാം. ഞാൻ പല ചർച്ചുകളിലും ഗസ്റ്റായിട്ട് പോകാറുണ്ട്, അവിടെയൊക്കെ ചെറിയ രീതിയിൽ പ്രസംഗിക്കാറുണ്ട് എനിക്കറിയുന്ന രീതിയിൽ. എന്നെ എൻ്റെ ഫാദറിലും ആദ്യമായിട്ട് കാണുന്നത് മർത്തോമ ചർച്ചിൽ ഞാൻ പ്രസംഗിക്കുന്നതാണ്. അതായത് 25 സഭകൾ ചേർന്നിട്ട് ക്രിസ്മസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിൻ്റെ ഗസ്റ്റായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അച്ഛൻ്റെ ഫാമിലി ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നു. അന്നാണ് അവരെന്നെ നേരിട്ട് കാണുന്നത്. ഓക്കെ, അച്ഛനെ കണ്ടിട്ടുണ്ടെങ്കിലും പപ്പായും മമ്മിയും നേരിട്ട് കാണുന്നത് എൻ്റെ പ്രസംഗമാണ് കേൾക്കുന്നത്. അതിന് ശേഷമാണ് ഞങ്ങളുടെ കല്യാണം വരെ ഫിക്സ് ചെയ്തത്. കാരണം ഞാൻ ഈ ഒരു ഫിലിം ഫീൽഡിലായതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പല എതിർ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഫീൽഡിലാണ്, അപ്പം അച്ഛൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെ പറഞ്ഞു ഫിലിമിലുള്ള ആൾക്കാരെയൊക്കെ കല്യാണം കഴിപ്പിക്കണം. പക്ഷേ അച്ഛൻ്റെ പപ്പായും മമ്മിയും അച്ഛൻ ഡിസൈഡ് ചെയ്തിട്ടാണ്, അവർക്ക് എന്നെയും എൻ്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ ഫാമിലിയിലേക്ക് എന്നെ സ്വീകരിച്ചത്. അല്ല, ഞാൻ പ്രസംഗത്തെക്കുറിച്ച് പറയുമൊന്നുമല്ല. ഞാൻ RC ചർച്ചിൽ അതുപോലെ തന്നെ പല ചർച്ചുകളിലും പല വേദികളിലും ഞാൻ പ്രസംഗിക്കുവാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് പറയാതെ ഞാൻ പോകത്തില്ല. ദൈവവചനം സംസാരിക്കണമെങ്കിൽ ഒരു പാസ്റ്റർ ആവണം, അച്ഛനാവണം എന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും പ്രസംഗിക്കാം കേട്ടോ. ഈ ബ്രദറിനും പ്രസംഗിക്കാം, ഞാൻ അതിനൊരു തെറ്റും പറയില്ല. പക്ഷേ അത് പ്രസംഗമായിരിക്കണം. ഒരു ഞായറാഴ്ച അത് പള്ളിയിൽ എന്താണ് പ്രസംഗിക്കേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത്, എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്താണ് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എന്നൊരു ഐഡിയ പ്രസംഗിക്കുന്നതിൻ്റെ മുമ്പേ നമുക്ക് എല്ലാവർക്കും വേണം. അത് അച്ഛനായാലും പാസ്റ്റർ ആയാലും ബ്രദറാണെങ്കിലും ആരാണെങ്കിലും. ഇപ്പോൾ ചില ചർച്ചകൾ ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിലാണ് ആളുകൾ പ്രസംഗിക്കുന്നതും ചർച്ചിൽ ഈ പറയുന്നത് പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. എനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രദർ പറഞ്ഞു, ക്രിസ്തുവിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, ഞാൻ പ്രസംഗം കേട്ടിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ അവിടെ തർക്കിക്കാനൊന്നും നിന്നില്ല. ഒന്നും കൂടി വെക്കുന്നതിന് മുമ്പേ, ബ്രദർ ദൈവനാമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു കേട്ടോ. കട്ട് ചെയ്ത് അതെല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് സൺഡേ റേച്ചാനും പിള്ളേരും പള്ളിയിൽ പോയി. മമ്മിയും ഡാഡിയും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ പീറ്റർബ്രോ ചർച്ചിലാണല്ലോ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതിൻ്റെ മുമ്പേ
റേച്ചാൻ്റെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ലിൻഡു റോണിയെ ബാൻ ചെയ്തു എന്ന് പറഞ്ഞ് ലെസ്റ്റർ ചർച്ചിൽ അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ റേച്ചാൻ അത് വിവരം അറിയിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടൻറ് എടുക്കണം എന്ന് തന്നെ കരുതിയത്. ഞാൻ ഒരു തെറ്റ് ചെയ്തു, ഞാൻ ആ ബ്രദറിനോട് ക്ഷമ ചോദിച്ചു. പക്ഷേ ആ ചർച്ച് എന്നോട് ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം. പക്ഷെ ഞാനൊരു കാര്യം പറയാണ്, നമ്മൾ എന്തോ ഒരു തെറ്റുകളാണ് ചെയ്യുന്നത്, നമ്മൾ ആരോടൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് തമ്പുരാൻ നമ്മളെ എവിടെയൊക്കെ ബാൻ ചെയ്യണം. നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നു, ദൈവം എത്ര വർഷമാണ് നമ്മളോട് ക്ഷമിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നുണ്ടോ? അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ബാൻ ചെയ്യുന്നത് അതൊരു റൈറ്റ് ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ ബാൻ ചെയ്തതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല കേട്ടോ. അവരത് ചെയ്തതുകൊണ്ട് എനിക്ക് വിഷമവും. ഞാനിത് പറയുന്നത് ഇപ്പം ഞായറാഴ്ച പള്ളിയിൽ പോയാലേ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കുമെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മമ്മി മോനിക്കുട്ടിന് വയ്യാതിരുന്ന് ബാത്റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗുരു 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 എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിച്ചു, മമ്മി എന്തോ മമ്മി, ഞാൻ പ്രാർത്ഥിക്കുവാന്ന് പറയും. ആ പ്രാർത്ഥനയും ദൈവം കേട്ടിട്ടുണ്ട്. എവിടെ ഇരുന്നാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കും. ദൈവം ബാൻ ചെയ്യത്തില്ല നമ്മളെ. ഇപ്പോൾ ഒരു പള്ളി എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാനും അതുപോലെ തന്നെ അവർ ഫോർഗീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പള്ളിയിലേക്ക് പോകാനും അങ്ങനെ കുടുംബമായിട്ട് നമുക്കതിനോടൊരു റെസ്പെക്റ്റ് തോന്നുകയും ചെയ്യത്തുള്ളൂ. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര പള്ളികൾ എത്ര ആളുകളെ ബാൻ ചെയ്യണം അല്ലേ? ഞാൻ അവിടെ ഒരു ഗസ്റ്റായിട്ടാണ് പോയത്, ആ ചർച്ചിലെ ഒരു മെമ്പറല്ല. ഇപ്പം മർത്തോമ ചർച്ചിൽ, ഓർത്തഡോക്സ് ചർച്ചിൽ, RC ചർച്ചിലൊക്കെ കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നുണ്ട്, പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചീത്തവിളിയും തെറിവിളിയും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, അച്ചു ഇങ്ങനെ പറയാറുണ്ട്, ഡാഡി പറയാറുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് ആ ആളെ ബാൻ ചെയ്യുകയാണോ? നീ ഇനി അടുത്ത ആഴ്ച തൊട്ടിട്ട് ചർച്ചിൽ വരണ്ട എന്ന് പറയുകയാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ബെന്തിക്കോസ് ചർച്ചുള്ളത്, തൊട്ട് ഞങ്ങളുടെ താഴെയാണ് ഓർത്തഡോക്സ് ചർച്ചുള്ളത്. പക്ഷേ പ്രസംഗം കേൾക്കാൻ, അതായത് കൺവെൻഷനൊക്കെ ഉള്ളപ്പോൾ ഈ ബെന്തിക്കോസ് ചർച്ചിലെ പാസ്റ്ററും കുടുംബവും മമ്മി അതുപോലെ തന്നെ 1-2 ഫാമിലിയൊക്കെ അതായത് ഈ പ്രസംഗം കേൾക്കാനും ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതാണെന്ന് കാണുമ്പോൾ നമ്മളെ വിളിക്കുമല്ലോ, ഇൻവൈറ്റ് ചെയ്യും. ബെന്തിക്കോസ് ചർച്ചിലെ പാസ്റ്ററും വൈഫൊക്കെ വിസിറ്റിങ്ങിന് പോകുന്ന നേരത്ത് മമ്മിയുടെ അടുത്താണ് പിള്ളേരെയൊക്കെ കൊണ്ട് നിർത്തുന്നത്. അങ്ങനെ ഒത്തിരി ആളുകളെ നമുക്കറിയാം, നമ്മുടെ കൂടെ വളർന്നിട്ടുള്ളവരുമാണ്. അപ്പോൾ മമ്മിയും ഡാഡിയും ഈ അൻവിൻ്റെ അമ്മച്ചിയും കൂടെ ഒരു കൺവെൻഷന് ഈ പള്ളിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പം ഒരു പാസ്റ്റർ മമ്മിയും ഡാഡിയും ഈ അമ്മച്ചിയും ഇരിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി ഇവർ ബെന്തിക്കോസ് അല്ലാന്ന്. ഓക്കെ, ആ സമയത്ത് ഓർത്തഡോക്സ് ആണ് ഇവർ, ആ അമ്മച്ചി മർത്തോമയാണ്. അപ്പോൾ മമ്മിയുടെ കഴുത്തിൽ മാലയുണ്ട്, ഈ അമ്മച്ചിയുടെ കഴുത്തിലും മാലയും വളയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പാസ്റ്റർ ഇവർ കണ്ടപ്പോൾ തൊട്ടിട്ടിരുന്ന് പറയുകയാണ്, സ്വർണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ്, നമ്മളൊരു ചർച്ചിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്നാനമേറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ത്യജിക്കണം, നമ്മളിങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പാടില്ല, ആഭരണം ഇടാൻ പാടില്ല, കുറേ ഇത് തന്നെ പോയിൻ്റ്. എൻ്റെ ഡാഡി അവിടെ എണ്ണിച്ച് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ വൈഫ് ഈ അമ്മച്ചി അല്ലാതെ ഗോൾഡ് വേറെ ആരും ഇട്ടിട്ടില്ല. പാസ്റ്റർ പ്രസംഗിക്കാൻ വന്നതാണോ ഇവരുടെ ഗോൾഡ് ഊരാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അതൊരു ന്യായമായിട്ടുള്ള ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പം. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഡാഡി ഞാനീ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ എന്നോട് പറയുന്നത്. അപ്പോൾ എനിക്കത് ന്യായമായിട്ട് തോന്നിയൊരു കാര്യമാണ്. നമ്മൾ പ്രസംഗിക്കാൻ ഒരു സ്റ്റേജിൽ, അതായത് ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു ദൈവസഭയിൽ നമ്മൾ കൂടാൻ നേരത്ത് നമ്മളവിടെ പ്രാർത്ഥിക്കേണ്ട പോയിൻറ്റ്സ് അല്ലെങ്കിൽ നമ്മളവിടെ പ്രസംഗിക്കേണ്ട പോയിൻറ്റ്സ് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരിലേക്ക് അത് എങ്ങനെയാണ് എത്തിക്കേണ്ടത്, മറ്റുള്ളവർക്ക് അതൊരു ഉണർവ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരിലേക്ക് അത് എത്തുന്നുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ പ്രസംഗിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ട്രൂ കളറാണ് ഞാൻ കണ്ടത്. ഇങ്ങനെയാണ് ഒരു ചർച്ച് റെസ്പോണ്ട് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് അവരെന്നോടൊന്ന് വിളിച്ചു പറയണം. അതും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ അക്കയുടെ അടുത്ത് പോകാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് ആ ചർച്ചിൽ. ഇപ്പോൾ റേച്ചാൻ അത് കേട്ടത് കൊണ്ടാണ് ലിൻഡു റോണിയെ ബാൻ ചെയ്തെന്ന് അക്കയിൽ എത്തിച്ചത്. അക്ക എന്നോട് വിളിച്ചു പറഞ്ഞത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ആ ചർച്ചിൽ പോകും. ബിക്കോസ് ഞാൻ സോറി പറഞ്ഞു, ഞാൻ ദൈവനാമത്തിൽ ക്ഷമിച്ചൊരു കാര്യമാണ്, ഞാൻ അറിയാതെ പിന്നെയും ചെയ്യും. അപ്പോൾ അവർ ബാൻ ചെയ്തിട്ടുണ്ടെന്ന് അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞു, അറ്റ്ലീസ്റ്റ് പാസ്റ്ററെങ്കിലും വിളിച്ചു പറയണം. പിന്നെ ഞാൻ പാസ്റ്ററെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, പാസ്റ്റർക്ക് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഈ ബാൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞാൻ പാസ്റ്ററിനോടും പറഞ്ഞു, പാസ്റ്ററെ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. അപ്പോൾ പാസ്റ്റർ എന്നെ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു, ലിൻഡു അത് ചെയ്തത് ശരിയായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ബ്രദറിനോട് സോറി പറഞ്ഞത്. പിന്നെ ഞാൻ ഇപ്പോഴും പറയാണ് പാസ്റ്ററെ, നമ്മൾ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും പാസ്റ്റർ ഇപ്പോൾ ഒരു ബ്രദറിനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏതൊരു പോയിൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഏത് രീതിയിലാണ് എത്തുന്നത് എന്ന് പാസ്റ്റർ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ചില ആളുകൾ പള്ളിയിൽ നിന്ന് ആരും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ചാൻസ് കൊടുത്ത് പ്രസംഗിപ്പിക്കുന്നവരുണ്ട്. ചില പാസ്റ്റേഴ്സ് പള്ളിയിൽ നിന്ന് ആളുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പല ഐഡിയകളും ചെയ്യാറുണ്ട്. അയ്യോ അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷമമാവുമല്ലോ, ഇവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വിഷമമാവുമല്ലോ. അപ്പോൾ അതും ഇതും തൊടാത്ത രീതിയിൽ പ്രസംഗത്തിലാണ് ഇങ്ങനത്തെ പോയിൻറ്റ്സ് ഒക്കെ എടുത്ത് എറിയുന്നത്. അതെന്തിനാണെന്നറിയില്ല, പറയാനുള്ളത് നേരിട്ടങ്ങ് പറയണം. പോകുന്നവർ പോട്ടേന്നേ, വരേണ്ടവർ തീർച്ചയായിട്ടും ആ ചർച്ചിലേക്ക് വന്നോളുന്നു. മൈസൂരിൽ ഞങ്ങൾ ആദ്യം പോയൊരു ചർച്ചിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാസ്റ്ററിനെ
അവിടുന്ന് പറഞ്ഞു വിട്ടു. ഓക്കെ, പറഞ്ഞു വിട്ട ആളുകളൊന്നും എവിടെയും എത്തിയിട്ടുമില്ല. അവരിൽ പല ആളുകളും ഇപ്പോൾ ജീവിച്ചു വരിപ്പില്ല. ഞാനിത് പറയാൻ വന്നത്, ആ പാസ്റ്ററിനെ പറഞ്ഞു വിട്ടപ്പോൾ ഒരുപാട് ആളുകൾ ആ പാസ്റ്ററിനെ ഒറ്റപ്പെടുത്തി. ആ പാസ്റ്റർ ആരോടൊരു കംപ്ലൈൻറ്റ് പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചർച്ചിൽ വരണം എന്ന് പറഞ്ഞിട്ട് ആ ചർച്ചിലുള്ളവരെ പോയി കൺവിൻസ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഒരു റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അതിനുശേഷം ചെറിയൊരു ചർച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ആ ചർച്ചിൽ 150-ലധികം ആളുകളാണ്. നമ്മളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആരെയും പോയി കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചർച്ചിലേക്ക് താനെ ആളുകൾ വന്നോളും, ദൈവം കൊണ്ട് എത്തിച്ചോളും. അത് ആ മൈസൂർ ചർച്ചിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ആ ചർച്ചിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നതും. അതൊരു എക്സാമ്പിൾ തന്നെയാണ്. അതുപോലെ തന്നെ നാട്ടിലൊരു ചർച്ചിൽ, അത് ബെന്തിക്കോസ് ചർച്ചല്ല, മർത്തോമ ചർച്ചാണ്. 1-2 പിള്ളേർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പോയി. ആ ഫാമിലി ഈ അച്ഛന് ഇഷ്ടമില്ല. നെക്സ്റ്റ് വീക്ക് വരാൻ നേരത്ത് പറയാണ്, അങ്ങനെ എക്സാം എഴുതാൻ പോയിട്ടുള്ള ആരൊക്കെയാണോ അവരൊന്നും എവിടെ എത്തത്തില്ല. ആ പിള്ളേരെല്ലാം ജയിച്ച് ഇപ്പോൾ ഡോക്ടേഴ്സാണ്. അങ്ങനെ പറയുന്ന അച്ഛന്മാരും ഉണ്ട്, പാസ്റ്റേഴ്സും ഉണ്ട്, ബ്രദേഴ്സും ഉണ്ട്. ഒരു ഞായറാഴ്ച പള്ളി വന്നിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് അതിനെക്കുറിച്ചായിരിക്കും കുറ്റം പറയുന്നത്. വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സിനിമാ പാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടില്ല, ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യങ്ങൾ. നമ്മൾ ദൈവത്തിന് ഹിതമായിട്ടുള്ള കാര്യങ്ങളാണോ എല്ലാവരും ചെയ്യുന്നത്? അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരവർ ചെയ്യട്ടെ. ദൈവത്തിന് വിട്ടുകൊടുക്കുക, ശിക്ഷിക്കണോ അല്ലെങ്കിൽ രക്ഷിക്കണോ എന്താണെന്നുള്ളത്. പിന്നെ ഈ ബാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പല ആളുകൾക്കും ബാൻ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് കിട്ടിയത് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്, ചില ആളുകൾ ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും, നിനക്ക് അങ്ങനെ തന്നെ വേണം ബാൻ കിട്ടിയെന്ന്. ബാൻ കിട്ടിയത് ദൈവസന്നിധിയിൽ നിന്നല്ലല്ലോ, UK ലെസ്റ്ററിലെ ഒരു ചർച്ചയിൽ നിന്നല്ലേ. ആ ചർച്ച ഇല്ലെങ്കിലും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. പിന്നെ ഹിൽ സോങ് ഞാൻ പറഞ്ഞല്ലോ, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ചേച്ചി സത്യം പറഞ്ഞാൽ ഏത് ചർച്ചിലാണ്? വേറെ ചർച്ചുകളിൽ ചെന്നാൽ ചോദിക്കും, അയ്യോ നിനക്കെന്താ കുഞ്ഞില്ലാത്തെ, നീ എന്താ വണ്ടി എടുക്കാത്തെ, നിനക്കെന്താ വീട് മേടിക്കാൻ പറ്റാത്തെ, അയ്യോ നിനക്കിനി രണ്ടാമതൊരു കുഞ്ഞും കൂടെ വേണ്ടേ, 8 കൊല്ലം കഴിഞ്ഞിട്ട് നിനക്കെന്താ ഇതുവരെ കുഞ്ഞുണ്ടാവാത്തത്, ഓ നീ ഇങ്ങനെയാണോ നടക്കുന്നത്? വേറെ ഫാമിലിയിൽ അവർ വീട് മേടിച്ചിട്ടില്ല, അവരെന്താ വീട് മേടിക്കാത്തത്, അവരെന്താ കാറ് മേടിക്കാത്തത്? ഇതൊക്കെയാണ് അവിടുത്തെ ചർച്ചാ വിഷയങ്ങൾ. ഇതിനാണോ പള്ളി പോകുന്നത്? അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ബാൻ ചെയ്താൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയാൻ വേണ്ടി വന്നത്, ഈ ഒരു ബാൻ ചെയ്തത് കറക്റ്റാണോ അല്ലേ എന്ന് നിങ്ങൾ പറയാം. ഞാൻ ചെയ്തത് തെറ്റാ എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആ ബ്രദറിനോട് ക്ഷമ ചോദിച്ചത്. ആ ബ്രദറിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ചർച്ചുകാർക്കും, പിന്നെ ആ ചർച്ചയിൽ നിന്ന് എനിക്ക് വേറൊരു കോളും കൂടെ വന്നിരുന്നു പാസ്റ്ററിൻ്റെ. അത് ഈ ബാൻ ആക്കുന്നതിൻ്റെ മുമ്പെയാണ് കേട്ടോ. ഞാൻ ചൊവ്വാഴ്ച ആ ബ്രദറിനെ വിളിച്ചു, എനിക്ക് വ്യാഴാഴ്ച ഈ പാസ്റ്ററിൻ്റെ കോൾ വന്നു. അതായത് എനിക്കറിയുന്ന ആ പാസ്റ്ററിൻ്റെ കോൾ വന്നിട്ട് പറഞ്ഞു, ലിൻഡുവിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സൂക്ഷിച്ച് വേണം, ഞങ്ങൾ കേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് കേസ് കൊടുക്കാൻ? നിങ്ങളുടെ ആരുടെയെങ്കിലും ഫേസ് ഞാൻ എടുത്തോ? പിന്നെ ഈ പണി ഞാൻ തുടങ്ങി ഇന്നലെ ഒന്നുമല്ല പാസ്റ്ററെ, 4-5 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് നന്നായിട്ട് അറിയാം. ആരുടെ വീഡിയോ പോസ്റ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യേണ്ട, ഫേസ് എടുക്കാൻ പറ്റുമോ, എടുക്കാൻ പറ്റത്തില്ലേ, പെർമിഷൻ എടുത്തിട്ട് വേണം. ഇനി റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യും. ബൈ ഇൻസിഡൻറ്റ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻഫ്ലുവൻസേഴ്സും ഒരു വ്ളോഗേഴ്സും ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. പബ്ലിക്കലി അല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കണം. എന്തായാലും നിങ്ങളുടെ ചർച്ചിലെ ഞാനൊന്നും എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ടെങ്കിലും ഞാനത് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യും. ഞാൻ എൻ്റെ കൊച്ചിൻ്റെയാണ് എടുത്തത്, അല്ലാതെ വേറെ ആരുടെയല്ല ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എൻ്റെ റീൽസിൽ എന്ന് ഞാൻ ആ പാസ്റ്ററിനോട് പറഞ്ഞു കേട്ടോ. എന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല അതെന്താണ്. ഇപ്പോൾ ഈ UK ലെസ്റ്ററിലെ ചർച്ചിലും അതുപോലെ തന്നെ UK ബെന്തിക്കോസ് ചർച്ചിലും വേറെ ചർച്ചുകളിലൊന്നും വീഡിയോ എടുക്കുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു ഒന്നുമില്ലേ. അത് ഞാൻ ഈ പറഞ്ഞ ആഴ്ചയുടെ ലാസ്റ്റ് വീക്ക് ആ ചർച്ചിൽ ഭയങ്കര വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ചർച്ചിൽ വേറൊരു ബാനും കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇനി ആരും വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്. നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ പോസ്റ്റ് ചെയ്യുന്നത്, അല്ലല്ലോ, മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ദൈവവചനം. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ദൈവവചനം കേൾക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ പല മീഡിയകളിൽ നിന്ന് PG അങ്കിളിൻ്റെ, അതുപോലെ തന്നെ അനിപ്പാസ്റ്ററിൻ്റെ, പിന്നെ ടിനു ബ്രദറിൻ്റെ, ഡാനിയൽ ബ്രദറിൻ്റെ ഒക്കെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. നമുക്കിപ്പോൾ അവിടെ പോയി കേൾക്കാൻ പറ്റുന്നില്ല. അവരുടെ ടെസ്റ്റിമണി, അവരുടെ ദൈവവചനം. ഇപ്പോൾ ന്യൂ ഇയർ സർവീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ക്രിസ്മസ് സർവീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമ്മളെല്ലാം ഓൺലൈനിലാണ് കേൾക്കുന്നത്. ആരും വീഡിയോ എടുക്കുന്നില്ലേ, ആരും ലൈവായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ലേ. ഞാൻ അങ്ങനെ ഒരു കാര്യം ആ ബ്രദറിനോട് പബ്ലിക്കലി പറഞ്ഞപ്പോൾ, അതിനുശേഷം ഞാൻ ഫോൺ വിളിച്ച് സോറി പറഞ്ഞപ്പോഴും ആ ബ്രദർ ചോദിച്ചിട്ടില്ല, പിന്നെ ആ പള്ളിയിലെ പാസ്റ്ററും ചോദിച്ചിട്ടില്ല ഞാൻ എന്തുവാണ് പറഞ്ഞേ, അല്ലെ എന്താ സിസ്റ്ററെ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചിട്ടില്ല. അതാണ് ഒരു മര്യാദ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എണ്ണിച്ച് എന്ന് പറഞ്ഞത് കൈകൊപ്പിയിട്ടാണ് പറഞ്ഞത്. അതും എൻ്റെ കയ്യിൽ റെക്കോർഡറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പൂനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, നാളെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചാൽ എനിക്ക് തെളിവായിട്ട് എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലീസ് ബ്രദർ, ഞങ്ങളിവിടെ പ്രസംഗം കേൾക്കാനാണ് വന്നിരിക്കുന്നത്, അല്ലാതെ ക്ലാസ് കേൾക്കാനല്ല എന്ന്. കുറച്ച് ആളുകൾ
തെറ്റിദ്ധരിച്ച് പറയുന്നുണ്ട് ആ ലെസ്റ്റർ ചർച്ചിലെ ആളുകൾ ഞാൻ നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്താനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കൈ കൂപ്പിയാണ് പറഞ്ഞത്. എൻ്റെ വീട്ടുകാരത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. പിന്നെ അത് മാത്രമല്ല, എന്നെ അറിയുന്ന കുറച്ച് പേരുണ്ട്, അവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആ ചർച്ചിലുള്ള ആളുകൾ തന്നെ ഈ ബ്രദറിനെ നോക്കി കളിയാക്കി ചിരിച്ച് നെക്സ്റ്റ് ടൈമും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും നിർത്താൻ പറഞ്ഞിട്ടില്ല. ഞാനത് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൂനെയും കൊണ്ട്. കാരണം നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് പ്രൂവ് ചെയ്യിക്കണമല്ലോ. പിന്നെ എൻ്റെ വീട്ടുകാരും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കൈ കൂപ്പിയിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ചർച്ചിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൻ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി, ഇതാണോ ചർച്ച്? ആ ചർച്ചിൻ്റെ ട്രൂ കളറാണ് ഞാൻ കണ്ടത്. ഇങ്ങനെയാണോ ചർച്ച് വേണ്ടത്? അത് നിങ്ങൾ പറയുക. ഓക്കെ, ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്ക് സ്റ്റുഡൻസ് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിനോട് പറയാൻ പറ്റുമോ ടീച്ചർക്ക്, നാളെ തൊട്ട് നീ വരണ്ട, നീ ഇങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പറയാൻ പറ്റുമോ? ഇല്ല. ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളെ ആർക്കും എവിടെ വേണമെങ്കിലും പറയാം. പക്ഷെ ഞാൻ ആ പറഞ്ഞത് റൈറ്റ് സ്ഥലത്തല്ല, അതുകൊണ്ട് റിയലൈസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ സോറിയും പറഞ്ഞത്. ഇതിപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊന്നും കാണിക്കാനൊന്നും അല്ല കേട്ടോ. ഈ ചർച്ച് ബാൻ ചെയ്തെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഞാൻ ചെയ്ത ഒരു തെറ്റാണ്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഓൾ ഓഫ് എ സഡൻ നമ്മുടെ മൂഡ് ചിലപ്പം കറക്റ്റ് അല്ലായിരിക്കും. എനിക്കത് കേട്ടപ്പോൾ കറക്റ്റായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഓൾ ഓഫ് എ സഡൻ അത് റിയാക്ട് ചെയ്തത്. പിന്നെ ഈ ഒരു എന്താ പറയുക, മദർഹുഡ്, ഞാൻ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ചെയ്യുന്നത്. ഷൂട്ടും അതുപോലെ തന്നെ ട്രാവലിങ്ങും ലെവിയുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പം എന്തെങ്കിലും കയറി തോന്നിയതും പിന്നെ വേറെ ആൾക്കാർ ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തതായിരിക്കാം. അത് പിന്നീട് റിയലൈസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ആ ബ്രദറിനോട് സോറി പറഞ്ഞത്. ഈവൻ പാസ്റ്ററിനോട് ഞാൻ സോറി പറഞ്ഞു കേട്ടോ. പക്ഷേ ഈ ബാൻ എന്നുള്ളൊരു കാര്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെയാണ് ഒരു ചർച്ച് വേണ്ടത്? ഇതാണോ ചർച്ച്? നമ്മൾ ഫൊർഗീവ്നെസ്സിന് വേണ്ടിയിട്ടാണ് പള്ളികളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം തമ്പുരാൻ എത്ര പ്രാവശ്യം നമുക്ക് ബാൻ തന്നേനെ അല്ലേ? അപ്പം ജസ്റ്റ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം, പല രീതിയിലും. അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്നും എനിക്കറിയാം. കുത്തുവാക്കുകളാൽ പല പ്രസംഗത്തിലും പല പാസ്റ്റേഴ്സും പല ബ്രദേഴ്സും പല അച്ഛന്മാരും വേദനിപ്പിച്ചിട്ടുള്ളവരും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഏത് വേദനയായാലും എന്ത് പ്രയാസമാണെന്നുണ്ടെങ്കിലും കേൾക്കുന്ന ഒരു കർത്താവ് തമ്പുരാൻ മുകളിലുണ്ട്. റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ദൈവം നല്ലത് തന്നെ നമുക്ക് വരുത്തുള്ളൂ. ഈവൻ ഞാൻ ആ ബ്രദറിനോടും അങ്ങനെ പബ്ലിക്കലി പറഞ്ഞത് വേദനിച്ചതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ഷമ ചോദിച്ചതും. ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഞാൻ റിയലൈസ് ചെയ്തു. ക്ഷമ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ ക്ഷമിക്കും. പക്ഷെ മനുഷ്യർക്കത് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെയാണ് എന്നെ UK ലെസ്റ്റർ ചർച്ചിൽ ബാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കമൻറ്റിലൂടെ എനിക്കറിയാൻ പറ്റുമല്ലോ എല്ലാവരുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത്. ഇങ്ങനെയാണോ ചർച്ച് വേണ്ടത് എന്നുള്ളത്. അടുത്തത് എൻ്റെ വീഡിയോ വരാൻ പോകുന്ന ഒരു ടെസ്റ്റിമോണിയൽ വീഡിയോ ആണ്. എനിക്ക് ലെവിക്കുട്ടിന് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇത് എടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും വരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്ലോ പോകും, പറയേണ്ട ആ ഒരു ഇതും കിട്ടത്തില്ല. പിന്നെ ഇതിനി എപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നതെന്നും എനിക്കറിയത്തില്ല. എനിവേ ഹോപ്പ്ഫുള്ളി വെരി സൂൺ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊന്നും എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതേ ഉള്ളൂ. എനിക്ക് തീരെയും താല്പര്യമില്ലാത്ത കാര്യമാണ് റിലീജിയസും പൊളിറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ എൻ്റെ ടെസ്റ്റിമോണിയൽ വീഡിയോ ആയിരിക്കും. അത് എടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ് ടു ഓൾ. ടേക്ക് കെയർ. God bless. Bye-bye.